സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും യഥാസമയം ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതിതീവ്ര മഴ വരാനിടയുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതക്കുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണമല്ലോ. വാട്ട് ഈസ് ദി പ്രോബ്ലം? എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, പറ്റും. നന്മ മാത്രമാണ് എന്റെ മതവും ദൈവവും. ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ദുരന്തം നടന്നതിന് ശേഷമാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇനി ഇങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, മഴയ്ക്ക് വീട്ടിൽ പോകാൻ നോക്കേ. ഓക്കോ പോടാ. ഇവിടെ ഈ കൂട്ടിയിട്ട മണ്ണിന്റെ വലിയൊരു ഭാഗം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുകൂടെ ഈ വെള്ളം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉള്ളത്. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചു വ്യക്തമായില്ല. പിന്നെ കൂട്ടിയിട്ട മണ്ണിന്റെ ഉൾഭാഗത്തുകൂടെയാണ് വെള്ളം വരുന്നത്, മേലെ നിന്നുള്ള ഒഴുക്ക് വരുന്നത്. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. മറ്റേ ഭാഗത്തു കൂടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ആ മണ്ണ് നീക്കം ചെയ്യണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണ് നോക്കണ്ട. അല്ല, എന്നാ ഉദ്ദേശം? പക്ഷേ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും യഥാസമയം യഥാസമയം മണ്ണ് നീക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല. സാറിന്റെ പേച്ച് നല്ല പേച്ച്. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.